ഹായ് ഗൈസ്, അപ്പം നമ്മളിന്നൊരു വയനാട് ഒരു സ്റ്റേക്കേഷന് പോകുന്ന വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കുട്ടി ഷോർട്സാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ കുറ്റ്യാടി ചുരം വഴി ആയിരുന്നു പോയത്. മഞ്ഞ് കാണാനുള്ള ഇതിൽ ഞാനൊരു 4 മണിക്കൊക്കെ എണീറ്റ് ഓക്കെ ആയിരുന്നു. നമ്മൾ നിയാത്മ റിസോർട്ടിലായിരുന്നു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ഡബിൾ AC റൂമായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുൾ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് ക്വാർട്ടേഴ്സ് വരുന്നുണ്ട്, ഒരു 4-5 ക്വാർട്ടേഴ്സും അടിപൊളിയായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി അടിപൊളിയായിരുന്നു. ഞാൻ കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് റിസോർട്ട് കണ്ടുപിടിച്ചത്. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ എത്തിയൊന്ന് ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ തന്നെ നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ബോട്ടിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ, ബോട്ടിങ്ങിന് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു. പിന്നെ ഈവനിങ് അവിടെ നിന്ന് നമ്മൾ ഒരു സ്നാക്കൊക്കെ ഓർഡർ ചെയ്ത് അവിടെ നിന്ന് തന്നെ ഒരു കോഫിയൊക്കെ പാസ്സാക്കി അങ്ങനെ നമ്മളൊന്ന് ഷട്ടിലൊക്കെ കളിക്കാൻ ഇറങ്ങി. അവിടെ ഒരുപാട് പേരായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൂമിലൊക്കെ എത്തി നമ്മൾ പൂളിലേക്കൊക്കെ ഇറങ്ങി. പൂളിൽ കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചുള്ള വീഡിയോസ് വളരെ കുറവാണ്, കാരണം നമ്മൾ 2 പേര് മാത്രമായതുകൊണ്ട് വീഡിയോസ് വളരെ കുറവായിട്ടാണുള്ളത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. കുറേ ടൈം എൻജോയ് ചെയ്തത് കാരണം ഞാൻ എക്സോസ്റ്റഡായി. പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ വിളിച്ച് ബുക്ക് ചെയ്തു. നമുക്ക് റൂമിൽ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കനും പൊറോട്ടയും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് മോർണിംഗ് നമ്മൾ എണീറ്റ് ഹസ്ബൻഡൊന്ന് സൈക്ലിങ്ങൊക്കെ പോയി. പിന്നെ നമുക്ക് പ്രോപ്പർട്ടിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു, ബൊഫേ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് പിന്നെ എൻജോയ് ചെയ്ത് 11 മണിക്കായിരുന്നു ചെക്കൗട്ട്. നമ്മൾ ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. ട്രിപ്പെന്ന് പറയാൻ പറ്റില്ല, ഒരു 1 ഡേ സ്റ്റേക്കേഷൻ. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ കേക്കൊന്നും ഞാൻ മുറിച്ചില്ല. ഹസ്ബൻഡ് പറഞ്ഞു കേക്കൊന്നും മുറിക്കണ്ട. നമ്മൾ 2 പേര് മാത്രമായതുകൊണ്ട് കേക്കൊക്കെ മുറിക്കുന്നൊരു ഇതാണെന്ന് തോന്നിയതുകൊണ്ട് കേക്കൊന്നും നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പ്രോപ്പർട്ടി ഒന്നുകൂടി ചുറ്റിക്കണ്ട്. ഫുൾ പ്ലാന്റേഷൻ്റെ നടുവിലായതുകൊണ്ട് തന്നെ ഒരു കാടിൻ്റെ ഒരു വൈബാണ്. മൊത്തത്തിൽ പ്രോപ്പർട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്.